നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒറ്റ സീസണിൽ 7 വ്യത്യസ്ത കോമ്പറ്റീഷനുകളിൽ ഗോളടിക്കാൻ പറ്റുമോ? യെസ്, അത് പറ്റും. കിലിയൻ എംബാപ്പെ പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ വക അതിമനോഹരമായ ബൈസിക്കിൾ ഗോളുണ്ടായിരുന്നു. റയൽ ഇപ്പോൾ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സീസണിൽ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയിട്ട് അദ്ദേഹം പൊളിച്ചെടുക്കുന്ന പ്രകടനമാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. 30 ഗോളുകളാണ് തൻ്റെ ഡെബ്യൂ സീസണിൽ ബ്രസീലിയൻ റൊണാൾഡോ റയലിന് വേണ്ടി നേടിയിരുന്നത്. 33 ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിരുന്നെങ്കിൽ അവരെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ റെക്കോർഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇപ്പോൾ 7 കോമ്പറ്റീഷനുകളിൽ ഈ സീസണിൽ ഗോൾ അടിച്ചുകൊണ്ട് പുത്തൻ റെക്കോർഡ്. ഒറ്റ സീസണിൽ 7 കോമ്പറ്റീഷനുകളിൽ ഗോൾ. യുവേഫ സൂപ്പർ കപ്പ് റയൽ മാഡ്രിഡ് ചാമ്പ്യന്മാരായിരുന്നു. ആ കളിയിൽ അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായിരുന്നു. സ്പാനിഷ് സൂപ്പർ കപ്പിൽ റണ്ണേഴ്സപ്പ് ആയിരുന്നല്ലോ, ആ ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായിരുന്നു. കൊപ്പ ഡെൽ റേയിൽ അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായിരുന്നു, റയൽ റണ്ണേഴ്സപ്പ് ആയിരുന്നു. ലാലീഗയിൽ റയൽ റണ്ണേഴ്സപ്പ് ആയിരുന്നു. ആ ലീഗിൽ അദ്ദേഹത്തിൻ്റെ ഗോളുകൾ നിർലോഭം വന്നു. പിന്നെ മുമ്പത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ്, അതായത് ഇപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് എന്നറിയപ്പെട്ട ടൂർണമെൻറ്റിൽ റയൽ ചാമ്പ്യന്മാരായി, അതിലും അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനൽസിൽ എലിമിനേറ്റഡ് ആയതാണ്. ആ ടൂർണമെൻറ്റിലും അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായിരുന്നു. കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലും ഗോളടിച്ചതോടെ പുത്തൻ റെക്കോർഡാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. പെഡ്രോ റോഡ്രിഗസ് 2009-2010 6 കോമ്പറ്റീഷനുകളിൽ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡാണ് ഇപ്പോൾ എന്തായാലും കിലിയൻ എംബാപ്പെ മറികടന്നിരിക്കുന്നത്. എംബാപ്പയുടെ ഫസ്റ്റ് സീസണാണിത്. 44 ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. 2023-24 ക്യാമ്പയിനിൽ അദ്ദേഹം ഇതേപോലെ ഇത്രയും ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു പാരീസ് സെൻ ജർമ്മനിലായിരുന്ന ഘട്ടത്തിൽ. ഇപ്പോൾ വീണ്ടും റയൽ മാഡ്രിഡിലെത്തിയിട്ടും അദ്ദേഹം ഗോളടിക്ക് ഒട്ടും കുറവില്ലാതെ പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.